അങ്ങനെ ബിഗ് ബോസിന്റെ ക്യാപ്റ്റൻസി നോമിനേഷനിലേക്ക് സെലക്ഷൻ കിട്ടിയത് നെവിനും ബിന്നിക്കും റെന ഫാത്തിമയ്ക്കുമാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ അനുമോളും ശൈത്യയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ശൈത്യയോട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും ഈ ബിഗ് ബോസ് വീടിന്റെ ക്യാപ്റ്റൻ ആകില്ല. അപ്പൊ നമ്മുടെ ശൈത്യ ഇതിന് മറുപടി ആയിട്ട് പറയുന്നുണ്ട്, നിന്നെ ഈ വീടിന്റെ ക്യാപ്റ്റൻ ആക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പോലും നിന്നെ വെച്ചല്ലേ പലരും ഇവിടെ കണ്ടന്റ് ഉണ്ടാക്കുന്നേ. അപ്പൊ നീ ബിഗ് ബോസ് വീടിന്റെ രാജാവല്ലേ. ഇതിന് മറുപടിയായിട്ട് അനുവും പറയുന്നുണ്ട്, അയ്യേ ഞാൻ രാജാവൊന്നുമല്ല, ഞാൻ രാജ്ഞിയാണെന്ന് പറയുന്നുണ്ട്. എന്താണെങ്കിലും ഞാൻ ഒരിക്കലും ക്യാപ്റ്റൻ ആവില്ലടി. ഇവിടെ ഞാൻ അങ്ങനെ ക്യാപ്റ്റൻ ആവണമെങ്കിൽ അവരുടെ അടുത്ത് പോകണം, ആ ഗ്യാങ്ങിൽ ചേരണം, അവരുടെ അടുത്തിരുന്ന് സംസാരിക്കണം, അവരോട് മിണ്ടണം, അവരെ നല്ലവണ്ണം പുകഴ്ത്തി മുന്നോട്ട് പോകണം. എന്നാൽ എനിക്ക് ക്യാപ്റ്റൻ ആകാം. അല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ വീടിന്റെ ക്യാപ്റ്റൻ ആകാൻ സാധിക്കില്ല. പിന്നെ പലതും കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ചു നടക്കേണ്ടിയും വരും. എനിക്കൊരിക്കലും അങ്ങനെയൊന്നും ക്യാപ്റ്റൻ ആകേണ്ട. എന്റെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ ഞാൻ എന്തായാലും തുറന്നു പറയും. എനിക്ക് അങ്ങനെ മാത്രമേ മുന്നോട്ട് പോകാൻ സാധിക്കൂ. അങ്ങനെ ആരെങ്കിലും എന്നെ ക്യാപ്റ്റൻസിയിലേക്ക് നോമിനേറ്റ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രം നോമിനേറ്റ് ചെയ്താൽ മതി. നമ്മുടെ അനു ഈ വിഷയം ഇങ്ങനെ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് നിർത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ അനുമോള് ബിഗ് ബോസ് വീടിന്റെ ക്യാപ്റ്റൻ ആയാൽ എങ്ങനെയുണ്ടാകും? അങ്ങനെ ഒരു അവസരം നമ്മുടെ അനുമോൾക്ക് കിട്ടട്ടെ എന്ന് തന്നെ ആശംസിക്കാം. അനുവിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അനുവിന്റെ ഗെയിമിംഗ് പ്ലാനിനെയും കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്.